വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ RRB PO ആൻഡ് ക്ലർക്ക് റീജിയണൽ റൂറൽ ബാങ്കിലേക്കുള്ള പ്രൊബേഷണറി ഓഫീസർ ആൻഡ് ഓഫീസ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. IBPSന്റെ റിവൈസ്ഡ് കലണ്ടർ വന്നപ്പോൾ തന്നെ നമുക്ക് എക്സാമിനേഷൻ എന്നാണ് നടക്കാൻ പോകുന്നതെന്നുള്ള ഡേറ്റ്സ് നമുക്കറിയാം. സോ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കിന് തന്നെ നോട്ടിഫിക്കേഷൻ വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളെ നോട്ടിഫിക്കേഷൻ ആരെങ്കിലും ഡൗൺലോഡ് ചെയ്ത് വായിക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിക്കാം. ഇപ്പോൾ നോട്ടിഫിക്കേഷനകത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്? ഇപ്പൊ ഈ കൂട്ടത്തിൽ ഒരുപാട് തുടക്കക്കാരുണ്ടായിരിക്കും, എക്സാംസ് ആദ്യമായിട്ട് അപ്ലൈ ചെയ്ത് എഴുതി നോക്കുന്നവരുണ്ടായിരിക്കും. എന്താണ് ബാങ്ക് എക്സാം, അല്ലെങ്കിൽ ബാങ്ക് എക്സാംസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ബാങ്കർ ആകണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കും. സോ നോട്ടിഫിക്കേഷന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇവിടെ കോമൺ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഫോർ റിക്രൂട്ട്മെന്റ് ഓഫ് ഓഫീസർ സ്കെയിൽ 1, 2 and 3 ആൻഡ് ഓഫീസ് അസിസ്റ്റന്റ്. ഒരു നോട്ടിഫിക്കേഷൻ ആണെങ്കിലും 2 പോസ്റ്റിലേക്കാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. നമ്മളിപ്പം SBI PO ആണെങ്കിലും IBPS PO ആണെങ്കിലും പാൻ ഇന്ത്യ വേക്കൻസി ആണ് വരുന്നത്. ഓൾ ഇന്ത്യ ഇത്ര വേക്കൻസി എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ റീജിയണൽ റൂറൽ ബാങ്ക് പോലെയുള്ള, ഇപ്പം നമ്മുടെ കേരളത്തിലെ കേസ് പറയുകയാണെങ്കിൽ കേരള ഗ്രാമീൺ ബാങ്ക്, ഇതേപോലെ ഓരോ സ്റ്റേറ്റ് വൈസ് വേക്കൻസി ആയിരിക്കും RRBയുടെ വരിക. അത് ക്ലർക്ക് ആണെങ്കിലും PO ആണെങ്കിലും സ്റ്റേറ്റ് വൈസ് വേക്കൻസി ആണ് വരുന്നത്, പാൻ ഇന്ത്യ വേക്കൻസി അല്ല. അപ്പം നമുക്ക് ഒരു സ്റ്റേറ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സ്റ്റേറ്റിൽ എത്രയാണ് വേക്കൻസി എന്നുള്ളത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഓഫീസർ സ്കെയിൽ 1ഉം അതേപോലെ തന്നെ ഓഫീസ് അസിസ്റ്റന്റ്. ഈ ഓഫീസർ സ്കെയിൽ 1 ആണ് പ്രൊബേഷണറി ഓഫീസർ. ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ക്ലർക്ക്. RRBയുടെ കേസിൽ ക്ലർക്കിന് ഓഫീസ് അസിസ്റ്റന്റ് എന്നാണ് പറയുക. നമുക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഓഫീസർ സ്കെയിൽ 1ഉം അതേപോലെ തന്നെ ഓഫീസ് അസിസ്റ്റന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓഫീസർ സ്കെയിൽ 2 and 3 എന്ന് പറയുന്നത് നമുക്ക് ബാങ്കിൽ ഏതെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയാണ്. RRB PO അതായത് ഓഫീസർ സ്കെയിൽ 1നും ഓഫീസ് അസിസ്റ്റന്റിനും സെപ്പറേറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ നമ്മൾ അയക്കണം, രണ്ടും കൂടെ ഒരുമിച്ചല്ല. അപ്പൊ നമുക്ക് എന്ന് മുതൽ എന്ന് വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക? നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 1/9/2025 മുതൽ 21/9/2025 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 21 വരെ. ഓക്കെ, ഇനി നമുക്ക് ആ ടൈമിൽ തന്നെയാണ് ഓൺലൈനായിട്ട് ഫീ പേയ്മെന്റും ചെയ്യാൻ പറ്റുന്നത്. അപ്ലൈ ചെയ്യുന്നത് ഓൺലൈൻ മോഡാണ്, ഫീ പേയ്മെന്റും ഓൺലൈൻ മോഡ് മാത്രമേ ഉള്ളൂ. ഇനി നമ്മളുടെ പ്രിലിമിനറി എക്സാമിനേഷനും മെയിൻസ് എക്സാമിനേഷനും ഡേറ്റ്സ് ഒക്കെ എന്നാണ്? നമ്മളുടെ RRB PO അതായത് ഓഫീസർ സ്കെയിൽ 1ന്റെ പ്രിലിംസ് എന്ന് പറയുന്നത് നവംബർ 22, 23 തീയതികളിലും അതിന്റെ മെയിൻസ് വരുമ്പോൾ ഡിസംബർ 28-നാണ്. ഓഫീസ് അസിസ്റ്റന്റ് അഥവാ RRB ക്ലർക്കിന്റെ എക്സാം പ്രിലിംസ് ഡിസംബർ 6, 7, 13, 14. മെയിൻസിന്റെ എക്സാം വരുന്നത് ഫെബ്രുവരി 1-നാണ്. ഈ ടൈമിലായിരിക്കും നമ്മളുടെ എക്സാമിനേഷൻ നടക്കുക. അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഫെബ്രുവരി ഒരു മാർച്ചിൽ നമുക്ക് ഫൈനൽ റിസൾട്ട് വരും. അതായത് വിത്തിൻ 6 months നന്നായിട്ട് ആഞ്ഞ് പഠിച്ചാൽ നിങ്ങൾക്ക് എന്താകാം, ഒരു ബാങ്കർ ആകാനായിട്ട് പറ്റും. ഇനി ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്ന ഒരു കാര്യം, നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന സ്റ്റേറ്റിൽ എത്രയാണ് വേക്കൻസി ഉള്ളത്, അല്ലെ? എല്ലാ സ്റ്റേറ്റിലൂടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു കാര്യം ശ്രദ്ധിച്ചോണം, അപ്ലൈ ചെയ്യുന്ന ഏത് സ്റ്റേറ്റ് ആണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നമുക്ക് അറിവുണ്ടായിരിക്കണം. LPT ഉണ്ടായിരിക്കും, ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് അവിടുത്തെ ഭാഷ അറിവുണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ തന്നെ ഒരു ബാങ്കിൽ ചെന്നിട്ട് അവിടുത്തെ ഒഫീഷ്യൽസിനോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് അവർക്കും മനസ്സിലാകണം, അവർ പറയുന്നത് നമുക്കും മനസ്സിലാകണം, അല്ലെ? അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ഭാഷ അറിവ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. ഞാൻ എല്ലാ സ്റ്റേറ്റിലെയും കൂടെ കാണിച്ചിട്ടില്ല, നമുക്ക് അത്യാവശ്യം നമ്മളുടെ സൗത്ത് സോൺ മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. നമ്മൾ കേരളമാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 350 ആണ്. ടോട്ടൽ വേക്കൻസി അതിൽ ജനറൽ 182, EWS 35, OBC നോൺ ക്രീമിലെയർ 94 ആൻഡ് ST 4 ആൻഡ് SC 35 വേക്കൻസി. കർണാടകയാണ് കൂടുതൽ വേക്കൻസി വന്നിട്ടുള്ളത് 800 ആൻഡ് തമിഴ്നാട് ആണെങ്കിൽ ടോട്ടൽ 468 വേക്കൻസി. നമുക്കിതിൽ ഏത് സ്റ്റേറ്റ് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നമ്മൾ അവിടുത്തെ ഭാഷ പഠിക്കാം, അല്ലെങ്കിൽ എനിക്ക് അവിടുത്തെ ഭാഷ ഓക്കെയാണ്, ഞാനത് പഠിച്ചെടുക്കാം എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ സ്റ്റേറ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിപ്പോൾ പറഞ്ഞത് ഓഫീസ് അസിസ്റ്റന്റ് ക്ലർക്കിന്റെ വേക്കൻസി ആണ്. ഇതേപോലെ തന്നെ POയ്ക്കും നമുക്ക് ടോട്ടൽ വേക്കൻസി കേരളം 67 വേക്കൻസി, കർണാടക 135, തമിഴ്നാട് 54 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ വേക്കൻസി ഡീറ്റെയിൽസ്. അപ്പൊ നന്നായി പഠിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിലേക്ക് നമുക്ക് കയറി പറ്റാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മളുടെ ക്വാളിഫിക്കേഷൻസ്, അതായത് നമുക്ക് ഇതിനെ അയക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ക്രൈറ്റീരിയാസ് നമുക്കുണ്ടായിരിക്കണം.
നോക്കിക്കേ, നമ്മളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ആൻഡ് ഏറ്റവും കൂടുതൽ ആസ്പിറൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് എത്രയായിരിക്കണം ഡേറ്റ് ഓഫ് ബർത്ത്, എനിക്ക് അയക്കാൻ പറ്റുമോ, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇന്ന ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പം അങ്ങനെ പറയുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 1/9/2025 വെച്ചിട്ടാണ് നമ്മൾ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓഫീസ് അസിസ്റ്റന്റ് ആണ് എന്നുണ്ടെങ്കിൽ മിനിമം നമുക്ക് 18 വയസ്സും മാക്സിമം 28 വയസ്സുമാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ ഏതൊക്കെ ഡേറ്റ് ഓഫ് ബർത്തിന് ഇടയിലായിരിക്കണം എന്നുള്ള കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. 2/9/1997 1/9/2007 ഇടയിലായിരിക്കണം. ഈ 2 ഡേറ്റും എന്താണ്, ഇൻക്ലൂഡഡ് ആണ്. ഇനി നമ്മുടെ ഓഫീസർ സ്കെയിൽ 1 ആണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഏജ് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലായിരിക്കണം. ക്ലർക്ക് ആണെങ്കിൽ 28 വയസ്സ് വരെയും PO ആണ്. ഓഫീസർ സ്കെയിൽ 1 ആണെങ്കിൽ 30 വയസ്സ് വരെയുമാണ് നമുക്ക് ജനറൽ കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇവിടുത്തെ ഡേറ്റ് ഓഫ് ബർത്ത് 2/9/1995 1/9/2007 ഇടയിലായിരിക്കണം. ഈ 2 ഡേറ്റും ഇൻക്ലൂഡഡ് ആണ്. OBC നോൺ ക്രീമി ലെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു 3 വർഷവും, അതേപോലെ തന്നെ SC ST ആണെന്നുണ്ടെങ്കിൽ 5 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡേറ്റ് 1/9/2025 വെച്ചിട്ടാണ്. ഓക്കെ, ഇനി നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമുക്കറിയാം. PO ആണെങ്കിലും ക്ലർക്ക് ആണെങ്കിലും എന്തായിരിക്കാം, നമുക്ക് ഡിഗ്രി ഉണ്ടായിരിക്കണം, ഡിഗ്രി പാസ്സായിരിക്കണം. അപ്പോൾ ആ ഡിഗ്രി പാസ്സാണോ അല്ലയോ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഏത് ഡേറ്റ് വെച്ചിട്ടാണോ അവർ പറഞ്ഞിരിക്കുന്നത്, 21/9/2025 എന്ന് വരെയാണോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ആ ഡേറ്റിനുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ്, നിങ്ങൾ എഴുതിയിട്ടിരിക്കുകയാണ്, നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് 21-ാം തീയതിക്ക് മുന്നേ നിങ്ങളുടെ റിസൾട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും നമ്മൾ അപ്ലോഡ് ചെയ്യണ്ട. പക്ഷെ നമ്മൾ പാസ്ഡ് ആയിരിക്കണം, നമ്മളുടെ റിസൾട്ട് വന്ന തീയതി ഉണ്ടായിരിക്കണം, നമുക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ട്. ഇത് നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഇപ്പം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് നിങ്ങൾക്ക് റിസൾട്ട് വന്നു എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് അയക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. 21/9/2025 നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരിക്കണം. ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ ടൈം ആകുമ്പോഴത്തേക്കിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി. അപ്ലൈ ചെയ്യുന്ന സമയത്തിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും എന്ത് ചെയ്യേണ്ട, അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഓക്കെ, ദാണ്ട് ഇവിടെ എടുത്ത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ് ഈ എടുത്ത് പറഞ്ഞേക്കുന്നത്. ഓൾ ദി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് മെൻഷൻ ഷുഡ് ബി എ യൂണിവേഴ്സിറ്റി recognized by the government of India. The result should have been declared on or before 21/9/2025. 21/9/2025 മുന്നേ അല്ലെങ്കിൽ ആ ദിവസമോ നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരിക്കണം. അപ്പോൾ പ്രോപ്പർ ഡോക്യുമെന്റ് എന്ത് ചെയ്തിരിക്കണം, സബ്മിറ്റഡ് അറ്റ് ദി ടൈം ഓഫ് ഇന്റർവ്യൂ ഫോർ ദി പോസ്റ്റ് ഓഫ് ഓഫീസർ സ്കെയിൽ 1. ഇനി ക്ലർക്ക് ആണെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കില്ല. ക്ലർക്ക് ആണെങ്കിൽ നമുക്ക് പ്രിലിംസും മെയിൻസും അതിനുശേഷം LPTയും ആയിരിക്കും ഉണ്ടായിരിക്കുക. PO ആണെങ്കിൽ പ്രിലിംസിനും മെയിൻസിനും ശേഷം നമുക്ക് എന്തുണ്ടായിരിക്കും, ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ക്ലർക്കിൻ്റെ നമ്മുടെ കഴിഞ്ഞിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. ആ സമയത്തേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക, സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരിക. ദെൻ ഇനി എന്താണ് പ്രൊഫഷൻസി ഇൻ ലോക്കൽ ലാംഗ്വേജ്. നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ് വൈസ് വേക്കൻസി ആണ് വരിക. അപ്പോൾ സ്റ്റേറ്റ് വൈസ് വേക്കൻസി വരുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റിലെ ലാംഗ്വേജ് അറിവുണ്ടായിരിക്കണം. എന്താ അവർ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഫോർ റിക്രൂട്ട്മെന്റ് ഓഫ് ഓഫീസർ സ്കെയിൽ 1 ആൻഡ് ഓഫീസ് അസിസ്റ്റന്റ്, proficiency in local language as specified below shall be an essential qualification. അവിടുത്തെ ഭാഷ നമുക്ക് അറിവുണ്ടായിരിക്കണം. Candidates who have already studied the language of the state in standard 8 or any level above the standard 8 in government recognized board or education or school having certificate to effect for the standard would be considered a proficient in that local language. അതായത് ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ 8ലോ 10ലോ ഇപ്പം നമുക്ക് സർട്ടിഫിക്കറ്റ് കാണിക്കാനുള്ളത് നമ്മുടെ SLC തൊട്ടാണ് അല്ലേ. നമ്മൾ ആ SLC തൊട്ട് ഇപ്പോൾ 10ലോ +2ലോ ഒക്കെ നമ്മൾ ഏത് സ്റ്റേറ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ ഭാഷ പഠിച്ചിട്ടുണ്ട് എന്ന് കാണിക്കാനുണ്ടെങ്കിൽ നമ്മൾ അവിടെ ലാംഗ്വേജിൽ പ്രൊഫഷൻ്റ് ആണ് എന്ന് അവർ ഉറപ്പായിട്ടും നമുക്ക് സെപ്പറേറ്റ് എന്തുണ്ടായിരിക്കില്ല, LPT ഉണ്ടായിരിക്കില്ല. ഇപ്പം നമ്മൾ SLC ആണ്, സാധാ SLC ആണ് പഠിച്ചിട്ടുള്ളത്, കേരളമാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമ്മുടെ സർട്ടിഫിക്കറ്റിനകത്തിൽ നമ്മൾ മലയാളം പഠിച്ചു എന്ന് നമുക്ക് കാണിക്കാനുണ്ട്. സോ സെപ്പറേറ്റ് LPT ഉണ്ടായിരിക്കില്ല. ബട്ട് നിങ്ങളിപ്പോൾ തമിഴ്നാടാണ് അപ്ലൈ ചെയ്യുന്നത്, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കാണിക്കാനില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും, LPT ഉണ്ടായിരിക്കും. Then, where the candidate does not meet the aforesaid recruitment in local language at the time of selection, he will given a time of 6 months from the date of joining. ഇവിടെ അത്രയും കുഴപ്പമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത്ര സ്ട്രിക്റ്റ് അവർ പറയുന്നില്ല. ആ
ജോയിനിങ് ടൈമിന് ശേഷം അവരൊരു 6 months ടൈം നിങ്ങൾക്ക്, ഇനി അഥവാ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ അതിനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു 6 months ടൈം അവർ പറയുന്നതായിരിക്കും എന്നാണ് എടുത്തു പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി എപ്പോഴും നമ്മൾ പറയുന്നതാണ്, നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ബാങ്കർ ആകണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡീസൻറ്റ് ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടായിരിക്കണം. ഇപ്പം നമ്മൾ ലോൺ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിലോ, നമ്മൾ EMI എന്തെങ്കിലുമൊക്കെ അടയ്ക്കുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അടയ്ക്കുന്നില്ല, പ്രോപ്പർ ടൈമിൽ നമ്മളത് ഒന്നും നോക്കിയല്ല പോകുന്നത്, നമ്മൾ റിട്ടേൺ ചെയ്യുന്നില്ല, പ്രോപ്പർ ടൈമിൽ അതൊന്നും അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ സിബിൽ സ്കോറിനെ അത് ബാധിക്കും. അപ്പോൾ നമ്മൾ ഇപ്പം അയക്കുന്ന സമയത്ത് അത് കുഴപ്പമില്ല, പക്ഷേ ജോയിനിങ്ങിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കിന് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും EMI ഒക്കെ കറക്റ്റ് ടൈമിൽ അടയ്ക്കാനുണ്ടെങ്കിലോ അതെല്ലാം പ്രോപ്പർ ആക്കിയിട്ട് ഒരു ഡീസൻറ്റ് ക്രെഡിറ്റ് ഹിസ്റ്ററി നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഡീസൻറ്റ് സിബിൽ സ്കോർ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. The candidate applying shall ensure that they maintain a healthy credit history at the time of joining. Joining എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് പ്രശ്നമില്ല. ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സ്വയം അറിയാമല്ലോ, എനിക്ക് ഇത്ര ഇതുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സിബിൽ സ്കോർ കുറവാണ്. അപ്പോൾ അത് ജോയിനിങ്ങിൻ്റെ ടൈമിലേക്ക് ഇനി ഒരു 6 മാസം ടൈമുണ്ട്. ആ ടൈം കൊണ്ട് നിങ്ങളത് ഓക്കെ ആക്കിയാൽ മതിയാകും. അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രശ്നമില്ല. ഓക്കെ, ദെൻ ഇനി ആപ്ലിക്കേഷൻ ഫീ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ഓഫീസർ സ്കെയിൽ 1, 2 and 3 ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് SC, ST, PWBD കാൻഡിഡേറ്റ്സിനാണെന്നുണ്ടെങ്കിൽ 175 രൂപയും അതേപോലെ തന്നെ ബാക്കി എല്ലാവർക്കും 850 റുപ്പീസാണ്. ഇത് ഏതിൻ്റെ കാര്യമാണ്? PO ഓഫീസർ സ്കെയിൽ 1 and 2 and 3 ആൻഡ് ക്ലർക്കിനും സെപ്പറേറ്റ് ഇതേപോലെ തന്നെ 175 റുപ്പീസാണ് PWBD ആൻഡ് SC, STക്ക്. ബാക്കി എല്ലാവർക്കും ജനറൽ ആണെങ്കിലും നോൺ ക്രിമിലെയർ ആണെങ്കിലും ബാക്കി എല്ലാവർക്കും 850 റുപ്പീസ് ആയിരിക്കും. ഇതും രണ്ടായിട്ട് തന്നെ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോം ഓൺലൈനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഇനി നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ എക്സാം പാറ്റേണിലേക്ക് വരാം. ഇവിടെ നമ്മളുടെ എക്സാം പാറ്റേൺ നോക്കിക്കേ. നമുക്ക് പ്രിലിംസിന് ഒരു കാര്യമുണ്ട്. നമ്മളിപ്പം നേരത്തെ പറഞ്ഞ IBPS PO ആയിക്കോട്ടെ, IBPS ക്ലർക്ക് ആയിക്കോട്ടെ, അതേപോലെ SBI PO ആയിക്കോട്ടെ, SBI ക്ലർക്ക് ആയിക്കോട്ടെ, ഇതിനെല്ലാം പ്രിലിംസിന് ആരുണ്ടായിരുന്നു? ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ റീജിയണൽ റൂറൽ ബാങ്കിന് പ്രിലിംസിന് ഇംഗ്ലീഷ് ഇല്ല. 2 സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ മതി. റീസണിങ് ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി പ്രിലിംസിന് മാത്രം. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന് ഈക്വൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും ഈക്വൽ മാർക്കുമാണ്. 40 ക്വസ്റ്റ്യൻ റീസണിങ്, 40 ക്വസ്റ്റ്യൻ ക്വാണ്ട്. ഇവിടെ മാക്സിമം മാർക്കും 40, ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കാണ്. പക്ഷെ സമയത്തിൽ അവരൊരു വേർതിരിവ് കാണിച്ചിട്ടുണ്ട്. റീസണിങ്ങിന് 25 മിനിറ്റിനും ക്വാണ്ട് 20 മിനിറ്റുമാണ്. സെക്ഷണൽ ടൈമിങ്ങും ഉണ്ടാകും, സെക്ഷണൽ കട്ട് ഓഫും ഉണ്ടായിരിക്കും. അതായത് ഇപ്പം ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്നവർക്ക് എന്താണ് ഈ 25 മിനിറ്റ് പറഞ്ഞേക്കുന്നത്? നമ്മുടെ റീസണിങ്ങിൻ്റെ 40 ക്വസ്റ്റ്യന് ആദ്യത്തെ 25 മിനിറ്റ് റീസണിങ് ആണ്. ഇപ്പോൾ ആദ്യത്തെ സെക്ഷൻ റീസണിങ് ആണെങ്കിൽ ഈ 40 ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് ഈ 25 മിനിറ്റ് മാത്രമേ സമയമുണ്ടാകൂ. 25 മിനിറ്റ് കഴിയുമ്പോൾ റീസണിങ്ങിലെ ക്വസ്റ്റ്യൻസ് പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അടുത്ത സെക്ഷൻ ന്യൂമറിക്കൽ എബിലിറ്റി സ്റ്റാർട്ടാകും. അതിന് 20 മിനിറ്റാണ് കിട്ടുക. അങ്ങനെ ടോട്ടൽ 45 മിനിറ്റ് മാത്രമാണ് 80 ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് കിട്ടുക. ഓക്കെ, പാറ്റേൺ മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് പ്രിലിംസിനാണ്. പക്ഷെ മെയിൻസിലേക്ക് വരുമ്പോൾ ഇങ്ങനെയല്ല. സെയിം ക്ലർക്കിനാണെങ്കിലും, ഇതിപ്പം ക്ലർക്കിനാണെങ്കിലും POയ്ക്കാണെങ്കിലും സെയിം എന്താണ്? 40 ക്വസ്റ്റ്യൻ റീസണിങ്, 40 ക്വസ്റ്റ്യൻ ക്വാണ്ട്, 25 മിനിറ്റിന് റീസണിങ്, 20 മിനിറ്റിന് ക്വാണ്ട്. ഇനി മെയിൻസിലേക്ക് വരുമ്പോഴത്തേക്കിന് ഇപ്പം നമ്മുടെ ക്ലർക്കിനാണെങ്കിലും POയ്ക്കാണെങ്കിലും സെയിം പാറ്റേൺ തന്നെയാണ്. മെയിൻസിലേക്ക് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ 2 സബ്ജക്റ്റ് ഉണ്ട്, എക്സ്ട്രാ 3 സബ്ജക്റ്റ് ഉണ്ട്. ഇംഗ്ലീഷ് വരും, ദെൻ കറണ്ട് അഫേഴ്സ് വരും, ദെൻ കമ്പ്യൂട്ടർ വരും. നോക്കിക്കേ, ഇവിടെ ശ്രദ്ധിക്കുക. റീസണിങ് ആണെങ്കിൽ നമുക്ക് 40 ക്വസ്റ്റ്യൻ 50 മാർക്ക്, സമയം പറഞ്ഞിട്ടുണ്ട് 30 മിനിറ്റ്. എക്സ്ട്രാ കമ്പ്യൂട്ടർ നോളജ് സെപ്പറേറ്റ് ആയിട്ടൊരു പേപ്പർ വരുന്നത് നമ്മളുടെ RRBക്കാണ്. 40 ക്വസ്റ്റ്യൻ 20 മാർക്ക്. ശ്രദ്ധിക്കണേ, 40 ക്വസ്റ്റ്യന് 20 മാർക്കേ ഉള്ളൂ. 15 മിനിറ്റ് ആ സമയം. സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട്. നമുക്കിപ്പം എനിക്ക് കമ്പ്യൂട്ടർ കുഴപ്പമില്ല, ബാക്കിയുള്ളതൊക്കെ ഞാൻ ഓക്കെയാണ്, എനിക്ക് ഫുൾ മാർക്ക്, ഞാൻ കമ്പ്യൂട്ടർ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല. കാരണം കമ്പ്യൂട്ടറിന് ഇത്ര മിനിമം സെക്ഷണൽ മാർക്ക് ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടറിനല്ല, എല്ലാത്തിനും സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ടായിരിക്കും. ഓരോ സെക്ഷനും മിനിമം നിങ്ങൾ ഇത്ര മാർക്ക് മേടിച്ചിരിക്കണം എന്ന് നിർബന്ധമുണ്ട് ഫോർ RRB എക്സാംസ്. അപ്പോൾ 15 മിനിറ്റിലാണ് 40 ക്വസ്റ്റ്യൻ, അത് 20 മാർക്ക്. ജനറൽ അവയർനെസ്, നമ്മളുടെ കറണ്ട് അഫേഴ്സ്, ജനറൽ അവയർനെസ് പ്ലസ് ബാങ്കിങ് അവയർനെസ്, 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്, അതിനും 15 മിനിറ്റാണ് സമയം. ഇംഗ്ലീഷിന് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്, അരമണിക്കൂർ 30 മിനിറ്റ്സ്. ദെൻ ന്യൂമറിക്കൽ എബിലിറ്റി 40 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്, 30 മിനിറ്റ്സ്. റീസണിങ് ക്വാണ്ടും ആണ്, 40 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്, 30 മിനിറ്റ്സ് വീതം. ദെൻ ഇംഗ്ലീഷിനും 30 മിനിറ്റ്സ്, ബാക്കി എല്ലാത്തിനും എന്താണ് 15 മിനിറ്റ്സ് ആണ്. ഇംഗ്ലീഷിനും 30 മിനിറ്റ്സ് ആണ് ടൈം. ഇത് ഓഫീസ് അസിസ്റ്റന്റിന്റെ ആണ് മെയിൻസിന്റെ പാറ്റേൺ പറഞ്ഞത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഓഫീസർ സ്കെയിൽ 1. നോക്കിക്കേ, റീസണിങ് ആണെങ്കിൽ 40 ക്വസ്റ്റ്യൻസ് 50 മാർക്സ്, 30 മിനിറ്റ്സ്. ദെൻ കമ്പ്യൂട്ടർ നോളജ് 40 ക്വസ്റ്റ്യൻസ് 20 മാർക്സ് ആൻഡ് 50 മിനിറ്റ്സ്.
General awareness 40 questions 14 marks and 15 minutes. Then again English language 40 questions 40 marks 30 minutes. Then quantitative aptitude 40 questions 50 marks and 30 minutes. ഓക്കെ, അങ്ങനെ ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് 200 മാർക്സ് 120 മിനിറ്റ്സ് ആണ്. രണ്ടിനും സെയിം പാറ്റേൺ തന്നെയാണ്. ക്വസ്റ്റ്യൻ്റെ ലെവലിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ക്ലർക്ക് ആകുമ്പോൾ ക്വസ്റ്റ്യൻ്റെ ലെവൽ ഇച്ചിരൂടെ കുറവായിരിക്കും, PO ആണെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ലെവൽ ഇച്ചിരൂടെ കൂടുതലായിരിക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇനി നമുക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടോ? യെസ്, നെഗറ്റീവ് മാർക്ക് ഉണ്ട്. ദെയർ വിൽ ബി പെനാൽറ്റി ഫോർ റോങ് ആൻസേഴ്സ് ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ ഫോർ വിച്ച് എ റോങ് ആൻസർ ഹാസ് ബീൻ ഗിവൺ ബൈ ദി കാൻഡിഡേറ്റ് 1/4 0.25 ആയിരിക്കും. അതായത് 4 എണ്ണം തെറ്റുമ്പോൾ 1 മാർക്ക് പോകും. ഇനി കട്ട് ഓഫ് സ്കോർ, നമ്മുടെ കട്ട് ഓഫ് സ്കോർ പ്രിലിംസിനും മെയിൻസിനും ഒക്കെ നമുക്ക് കട്ട് ഓഫ് സ്കോർ ഉണ്ടായിരിക്കും. അപ്പോൾ each candidate will require to obtain a minimum score in the each test of online examination to consider to be shortlisted for the professional allotment. കട്ട് ഓഫ് സ്കോർ ക്ലിയർ ആയെങ്കിൽ മാത്രമേ നമുക്ക് ബാങ്കർ ആകാൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ആ ലിസ്റ്റിൽ നമ്മൾ പെടുള്ളൂ. ഡിപ്പെൻഡിങ് ഓൺ ദി നമ്പർ ഓഫ് വേക്കൻസീസ് അവൈലബിൾ ഇൻ ഈച്ച് സ്റ്റേറ്റ്സ് കാൻഡിഡേറ്റ് വിൽ ബി ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ദി പ്രൊഫഷണൽ അലോട്ട്മെന്റ്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റേറ്റ് വൈസിലും ഓരോ സ്റ്റേറ്റിലും സെപ്പറേറ്റ് ആയിരിക്കും കട്ട് ഓഫ്. നമുക്ക് ഓൾ സ്റ്റേറ്റിന് ഒരു കട്ട് ഓഫ് പറയാൻ പറ്റില്ലല്ലോ. ചിലയിടത്ത് ഇപ്പം നമ്മൾ വേക്കൻസി തന്നെ കണ്ടപ്പോൾ കർണാടകയിൽ 800 വേക്കൻസിയാണ്, തമിഴ്നാട്ടിൽ 350 അല്ലെങ്കിൽ എത്രയാണോ വേക്കൻസി, പല സ്റ്റേറ്റിലും പല വേക്കൻസി ആയതുകൊണ്ട് തന്നെ വേക്കൻസി അതേപോലെ തന്നെ എക്സാമിനേഷൻ്റെ ലെവല് എത്ര പേര് അപ്ലൈ ചെയ്തു ഇതെല്ലാം കട്ട് ഓഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ആ കട്ട് ഓഫ് നമ്മൾ ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ജോലി കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇവിടെയും സ്കെയിൽ 1 ആണെങ്കിലും മിനിമം സ്കോറിംഗ് ഈച്ച് ടെസ്റ്റ് ഓഫ് ഓൺലൈൻ എടുത്തു പറയുന്നുണ്ട്. സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ടായിരിക്കും, സെക്ഷണൽ കട്ട് ഓഫും ഉണ്ടായിരിക്കും, ഓവറോൾ കട്ട് ഓഫും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. The corrected scores obtained by each of the candidates in different sessions will be normalized. അവ നോർമലൈസേഷൻ ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞേക്കുന്നത്. വേണ്ട, ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രദ്ധിച്ചേ. മാർക്സ് ഒബ്റ്റൈൻഡ് ഓൺലി ഇൻ ദി ഓൺലൈൻ മെയിൻ എക്സാമിനേഷൻ വിൽ ബി കൺസിഡർഡ് ഫോർ ദി ഫൈനൽ മെറിറ്റ് ലിസ്റ്റിംഗ്. ഇപ്പം ക്ലർക്ക് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിലിംസും മെയിൻസും അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ ഓഫീസ് അസിസ്റ്റന്റിന്. ഓഫീസർ സ്കെയിൽ 1 വരുമ്പോഴാണ് നമുക്ക് ഇന്റർവ്യൂ കൂടെ ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ പ്രിലിംസിൻ്റെത് ജസ്റ്റ് മെയിൻസിലേക്കുള്ള ഒരു ചവിട്ടുപടി മാത്രമാണ്. പ്രിലിംസിൻ്റെ സ്കോർ എടുക്കില്ല, ഫൈനൽ സ്കോർ മെയിൻസിൻ്റെത് മാത്രമായിരിക്കും എടുക്കുക. ഇപ്പം ഓഫീസ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ മെയിൻസിൻ്റെ കട്ട് ഓഫ് എത്രയാണോ, അപ്പോൾ കട്ട് ഓഫ് ക്ലിയർ ആയെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് കയറാം. നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും LPTയും ശേഷം ഇപ്പം നമ്മൾ LPT നമ്മളെ ലാംഗ്വേജ് ഏതെങ്കിലും ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് സർട്ടിഫിക്കറ്റിൽ കാണിക്കാനുണ്ടെങ്കിൽ LPTയും ഉണ്ടായിരിക്കില്ല. ദെൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. സ്കെയിൽ 1 ആണ് ഓഫീസർ, അതായത് PO ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കും, അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഫൈനൽ വരിക നമ്മുടെ ഓൺലൈൻ്റെ മാർക്കും ഇന്റർവ്യൂവിൻ്റെ മാർക്കും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഫൈനൽ സ്കോർ ആയിരിക്കും നിങ്ങൾക്ക് വരിക. ഓക്കെ, മാർക്സ് ഒബ്റ്റൈൻഡ് ഇൻ ദി സിംഗിൾ ലെവൽ ഓഫ് ഓൺലൈൻ എക്സാമിനേഷൻ വിൽ ബി കൺസിഡർഡ് ഫോർ ഷോർട്ട് ലിസ്റ്റിംഗ് ഫോർ ഇന്റർവ്യൂ ആൻഡ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിംഗ്. ഓക്കെ, യെസ്. ഇനി ഇന്റർവ്യൂ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. കാൻഡിഡേറ്റ്സ് who have been shortlisted in the online mains examination for the post of officer scale 1 will subsequently call for an interview coordinated by the nodal regional rural bank in the assistance of the bank. അപ്പോൾ നമ്മളത് പറഞ്ഞ കാര്യമാണ്. മെയിൻസിന് ശേഷം നമുക്ക് എന്തുണ്ടായിരിക്കും, ഫോർ ദി പോസ്റ്റ് ഓഫ് ഓഫീസർ സ്കെയിൽ 1, 2 and 3. അപ്പോൾ PO ആണെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കും, ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ നോട്ടിഫിക്കേഷനകത്തിൽ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. എന്താണ് കാര്യങ്ങൾ, നമുക്ക് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, നമ്മുടെ ഓൺലൈൻ എക്സാമിനേഷൻ പാറ്റേൺ എന്തൊക്കെയാണ്, അപ്പോൾ മെയിൻ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നല്ല അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കണം. പിന്നെ ഒരു കാര്യം, എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുക, അതായത് RRB ഓഫീസ് അസിസ്റ്റൻ്റ് ആണെങ്കിലും RRB ഓഫീസർ സ്കെയിൽ 1 ആണെങ്കിലും എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ സെപ്പറേറ്റ് എങ്ങനെയാണ് ഓൾറെഡി SBI ക്ലർക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം, IBPS ക്ലർക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സൈലം ബാങ്കിങ്ങിൻ്റെ യൂട്യൂബ് ചാനലിൽ. അതേപോലെ തന്നെ ഇതിൻ്റെയും വീഡിയോ നിങ്ങൾക്ക് സെപ്പറേറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ വന്നു, അപ്പോൾ ഇനി നന്നായി പഠിക്കേണ്ട സമയമാണ് അല്ലേ, നല്ല അടിപൊളിയായിട്ട് പഠിക്കണം. ഇനി വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ. നവംബർ ലാസ്റ്റ് വീക്ക് നമ്മളുടെ RRB POൻ്റെ പ്രിലിംസ് ഉണ്ട്, ഡിസംബറിൽ RRB ക്ലർക്കിൻ്റെ പ്രിലിംസും ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പഠിക്കണ്ടേ? യെസ്. അപ്പോൾ ബേസ് മുതൽ എങ്ങനെ പഠിക്കും, ഞങ്ങൾ ബിഗിനറാണ്, ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾക്ക് ഫ്രം 0 to ഹീറോ ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈലം ബാങ്കിങ്ങിനോടൊപ്പം നമ്മുടെ RRB PO ആൻഡ് ക്ലർക്ക് ബാച്ച് 2.0 ജോയിൻ ചെയ്യാം. സെപ്റ്റംബർ 10 മുതൽ നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. പ്രിലിംസിനും മെയിൻസിനും ഇന്റർവ്യൂവിനും ഗ്രൂപ്പ് ഡിസ്കഷനും ഒക്കെയുള്ള ഒരു സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക്. ടോട്ടൽ 350+ hours ഓഫ് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ
ഇത് ഓൺലൈൻ ബാച്ചിന്റെ കാര്യമാണ് പറഞ്ഞത്. നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് വരുന്നത് കോഴിക്കോടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ കോഴിക്കോടാണ് നമ്മുടെ ക്യാമ്പസ് വരുന്നത്. സോ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആണെങ്കിൽ കോഴിക്കോടേക്ക് വരിക. ഓൺലൈൻ ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ RRB PO ആൻഡ് ക്ലർക്ക് ബാച്ച് 2.0 ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾ പ്രിപ്പറേഷനിലാണ്, പ്രിലിംസ് അത്യാവശ്യം കുഴപ്പമില്ല, ഞങ്ങൾക്ക് മെയിൻസ് ആണ് ബുദ്ധിമുട്ട് എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ചാണ് മെയിൻസ് ബൂസ്റ്റർ ബാച്ച് 2.0. നല്ല അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മെയിൻസ് പഠിക്കണം അല്ലെ. ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ചെയ്യണം, റീസണിങ് ആയിക്കോട്ടെ, ക്വാണ്ട് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ, എല്ലാം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നല്ല അടിപൊളിയായിട്ട് പഠിക്കണം. അപ്പോൾ മെയിൻസ് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെയിൻസ് ആണ് ബുദ്ധിമുട്ടെന്നുണ്ടെങ്കിൽ മെയിൻസ് ബൂസ്റ്റർ ബാച്ച് 2.0 ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നല്ല അടിപൊളിയായിട്ട് പഠിക്കാം. നമുക്ക് വീണ്ടും കാണാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.